റാന്നിയിലെ UDF സ്ഥാനാർത്ഥി പഴകുളം മധുവിന്റെ റോഡ് ഷോയ്ക്കിടെ അപ്രതീക്ഷിത അതിഥിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാനത്തിലെ പ്രചാരണത്തിനിടയിലേക്കാണ് പാലക്കാട്ട് നിന്ന് അടൂരിലേക്ക് പോവുകയായിരുന്ന രാഹുൽ കാറിലെത്തിയത്. പ്രചാരണത്തിനായി എത്തിയതല്ല എന്നും യാത്രക്കിടെ കണ്ടപ്പോൾ ഇറങ്ങിയതാണ് എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കി. പ്രചാരണത്തിന്റെ ആവശ്യമില്ലെന്നും അല്ലാതെ തന്നെ UDF സ്ഥാനാർത്ഥി ജയിക്കുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. റോഡിൽ കൂടെ യാത്ര ചെയ്യാണ്. റോഡിൽ കൂടെ യാത്ര എവിടെ പോയവർ കടന്നു വരിക? ഇല്ലില്ല, ഞാൻ റോഡിൽ കൂടെ യാത്ര ചെയ്യും. പ്രചരണത്തിന്റെ ആവശ്യമില്ല, അല്ലാതെ പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായുണ്ട്. പ്രവീൺ, അപ്രതീക്ഷിത അതിഥിയും സ്ഥാനാർത്ഥിയും നേരിൽ കണ്ടോ? മാധു, ഇപ്പോൾ റാന്നിയിലെ UDF സ്ഥാനാർത്ഥി പഴകുളം മധുവിന്റെ റോഡ് ഷോ അരങ്ങേറുകയാണ്. അല്പസമയം മുമ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ റോഡ് ഷോ കടന്നു പോകുന്ന വഴി എതിർവശത്തു നിന്നും വാഹനത്തിൽ എത്തിയത്. അതിനുശേഷം ഇവിടെ നിന്നു, പ്രവർത്തകർ കണ്ടു, അല്പസമയം മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചു. അതിനുശേഷം അദ്ദേഹം മടങ്ങിപ്പോയി. പക്ഷേ ആ സമയത്ത് UDF സ്ഥാനാർത്ഥി പഴകുളം മധു ഇവിടേക്ക് എത്തിയിരുന്നില്ല. ഇപ്പോൾ പഴകുളം മധു തന്നെ നമ്മോടൊപ്പം ഉണ്ട്. എങ്ങനെയുണ്ട് റാന്നിയിലെ പ്രചരണം? പ്രതീക്ഷയുണ്ടോ? വമ്പിച്ച ആവേശമാണ് ജനങ്ങൾക്ക്, ഞങ്ങളുടെ പ്രവർത്തകർക്കുള്ളത്. റാന്നി കഴിഞ്ഞ 30 മുന്നണിയാണ് പ്രതിദാനം ചെയ്യുന്നത്. റാന്നിയുടെ വികസനം അപ്പാടെ തകർന്നിരിക്കുന്നു. വികസനം അല്പസമയം മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവഴി വാഹനത്തിൽ കടന്നു പോയിരുന്നു. നേരിട്ട് കണ്ടോ? പരസ്പരം കണ്ടോ നിങ്ങൾ? ഞങ്ങൾ കണ്ടില്ല. ഞാൻ വന്നപ്പോൾ ഇവിടെ മാധ്യമപ്രവർത്തകരാണ് പറഞ്ഞത് രാഹുൽ പോയി എന്ന്. രാഹുൽ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ നിന്നും വീട്ടിലേക്ക് പോകുന്ന യാത്രാമധ്യേ ഈ വഴി വന്നപ്പോൾ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തക ആൾക്കാരെല്ലാം ആൾ ഇവിടെ നിൽക്കുക. അദ്ദേഹം കണ്ടു സംസാരിച്ചാണ്. ഒരു തെറ്റുമില്ല. അതിനകത്ത് ഒരു പരാതിയുമില്ല. രാഹുൽ പാർട്ടിയിൽ നിന്നിപ്പോൾ അകത്തില്ലെങ്കിൽ എന്ന് കരുതി രാഹുൽ ഞങ്ങളുടെയൊക്കെ പഴയകാല സുഹൃത്താണ്. ഞാൻ കൈപിടിച്ചുയർത്തിക്കൊണ്ട് പൊതുരംഗത്ത് വന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടം. അപ്പോൾ അദ്ദേഹത്തിനെതിരായിട്ടുള്ള ധാരാളം കേസുകളൊക്കെ ഉണ്ട്. ആ കേസുകളുടെ സത്യാവസ്ഥ കോടതിയാണ് തെളിയിക്കേണ്ടത്. ഇപ്പോൾ രാഹുൽ വന്നു എന്ന് പറഞ്ഞാൽ മഹാപരാധമൊന്നുമല്ല. ഇതിൽ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയല്ല രാഹുൽ വന്നത്. ഇവിടെ നിരവധി തവണ നേരത്തെ രാജു അബ്രഹാം വിജയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രമോദ് നാരായണനാണ് ജയിച്ചത്. അദ്ദേഹം തന്നെയാണ് ഇപ്പോഴും സ്ഥാനാർത്ഥി. എങ്ങനെയാണ് എതിരാളിയെ എങ്ങനെയാണ് കാണുന്നത്? എതിരാളിയൊന്നും ഞാൻ ഒട്ടും വില കുറച്ച് കാണുന്നില്ല. വ്യക്തിപരമായി അദ്ദേഹത്തെ അധിക്ഷേപിക്കാനും ഞാനില്ല. എൻ്റെ എക്കാലത്തെ നിലപാട് മൂല്യവത്തായ രാഷ്ട്രീയമാണ്. ഞാൻ വികസനത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, മാറ്റത്തെക്കുറിച്ചാണ്, അല്ലാതെ സങ്കുചിതമായ രാഷ്ട്രീയത്തെക്കുറിച്ചല്ല. സങ്കുചിത രാഷ്ട്രീയം പറയാനുള്ള സമയമല്ല ഇത്. എന്നാൽ കേരളത്തിൽ ഒരു രാഷ്ട്രീയ മാറ്റത്തിന് വേണ്ടിയുള്ള വലിയ ആവേശം ജനങ്ങളെ കാണാനുണ്ട്, ഒരു ഭരണമാറ്റത്തിന് വേണ്ടി. അതും ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമാകും. റാന്നി അനുഭവിക്കുന്ന വികസന മുരടിപ്പ്, വികസന തളർച്ച, ഈ നാടിനെ എല്ലാവരും മറന്നിരിക്കുന്നു. 3 പതിറ്റാണ്ട് കാലമായി ഇവിടെ ഒന്നും നടക്കുന്നില്ല. അപ്പോൾ ഈ റോഡ് ഷോയിൽ എത്രമാത്രം പങ്കാളിത്തം ഉണ്ട് പ്രവർത്തകരുടെ? നല്ല പങ്കാളിത്തമല്ലേ. നമ്മുടെ പ്രവർത്തകരെല്ലാം വളരെ ആവേശത്തോടെ വന്നിരിക്കുന്നു. നല്ല പങ്കാളിത്തം. ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എനിക്ക് വലിയ ആവേശം പകരുന്ന ജനപങ്കാളിത്തമാണ് ഈ പരിപാടിയിലുള്ളത്. KPCC ജനറൽ സെക്രട്ടറി കൂടിയാണ്. മറ്റു മണ്ഡലങ്ങൾ ഉൾപ്പെടെ 5 മണ്ഡലങ്ങളുള്ളത്. UDFന്റെ സാധ്യത എത്രമാത്രമാണ്? 5-ൽ എത്ര സീറ്റ് കിട്ടും? ഈ ജില്ലയിൽ 5-ൽ 5 ഞങ്ങൾ നേടും. കാരണം ഞങ്ങൾക്ക് ഏറ്റവും നല്ല സ്ഥാനാർത്ഥികൾ, മികച്ച സ്ഥാനാർത്ഥികൾ. പലരും പറഞ്ഞു സ്ഥാനാർത്ഥി വന്നാൽ ഈ ജില്ലയിൽ വലിയ കോളിലൊക്കെ ഉണ്ടാകും. ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പരമശാന്തം, പരമസുന്ദരം. ഈ ജില്ലയിലെ UDFും കോൺഗ്രസും ഒറ്റക്കെട്ടായി ഞങ്ങളുടെ പ്രവർത്തകരെല്ലാം ഒരേ മനസ്സോടെ മുൻപോട്ട്. ആരോൺ ബിജിലി പനവേലി ഈ പ്രദേശത്തെ കരുത്തനായ യുവ നേതാവാണ്, ഭാവിയുടെ വാഗ്ദാനമാണ്. അതുൾപ്പെടെ റിങ്കു ചെറിയാൻ ഈ ജാഥയിൽ ഇപ്പം ചേരും. അതുൾപ്പെടെ എല്ലാവരും ആ അസംബ്ലി മണ്ഡലത്തിലെ മുഴുവൻ നേതാക്കന്മാരും പ്രവർത്തകരും ഒറ്റക്കെട്ടായി. എല്ലാവർക്കും ആഗ്രഹം ഭരണമാറ്റം ഉണ്ട്. കേരളത്തിൽ ഭരണം മാറണം. ഇപ്പോൾ LDFന്റെ സ്ഥാനാർത്ഥികൾ 5 മണ്ഡലങ്ങളിലും വളരെ നേരത്തെ തന്നെ പ്രചരണം തുടങ്ങി. അങ്ങ് ഇന്നാണ് ഇപ്പോൾ റോഡ് ഷോയുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ 3 വർഷക്കാലമായിട്ടുണ്ട്. ഞാൻ ഈ മണ്ഡലത്തിലുണ്ട്. എന്തായാലും അണികളും പ്രവർത്തകരും ഒക്കെ എന്ന റാന്നിയിലെ UDFന്റെ സ്ഥാനാർത്ഥി പഴകുളം മധു പറയുകയാണ്. അതിനിടയിൽ അദ്ദേഹത്തിന്റെ റോഡ് ഷോ തുടങ്ങുന്നതിന് മുൻപ്, അദ്ദേഹം അവിടേക്ക് എത്തുന്നതിന് മുമ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നുപോയത്. നേരിട്ട് കണ്ടില്ല. ഞാനാണ് രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നത്. കേസുകളൊക്കെയുണ്ട്, പക്ഷെ അതൊന്നും ബാധിക്കില്ല എന്നുള്ള ആത്മവിശ്വാസമൊക്കെയാണ് പഴകുളം മധു മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്. വിജയിക്കുമെന്ന ഉറച്ച വിശ്വാസമാണ് പഴകുളം മധു മുന്നോട്ട് വെക്കുന്നത്.